കാറ്റിൽ അണയാത്ത പൂത്തിങ്കൾ വാനിലുദിച്ച പോലെ പൂനിലാവായി സ്നേഹം പാൽമഴ പെയ്ച്ച ഓർമതൻ വാസന്ത മേഘകാവ്യം ഓർമതൻ വാസന്ത മേഘകാവ്യം. എന്താ എന്നെ പ്രശ്നം എന്നാ? എന്താടാ ഇവിടെ ഒരു കരിഞ്ഞ മണം? നീ സിഗരറ്റ് വലിക്കുമായിരുന്നോ? മനുഷ്യർ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ മേലേ? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? മോനെ, അമ്മയെ കുറിച്ചെങ്കിലും ഒന്ന് ഓർക്കടാ. എനിക്കിപ്പോ ഇത്ര പറ്റുള്ളൂ. ബുദ്ധിമുട്ടാണെ പറ, ഞാൻ പൊക്കോളാം. രാവിലെ തുടങ്ങിയല്ലേ? എന്തു തുടങ്ങാൻ? കവല വരെ പോയി തിരിച്ചു വന്നു. മോനെ, ഇതൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇതൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. കുട്ടൂസേ, പോയ പേപ്പർ എടുത്തോണ്ടോ? എന്ത് കച്ചടയാ മോനെ ഇതിനകത്ത്? നിനക്ക് വല്ല അസുഖവും പിടിക്കും ഇതിനകത്തിരുന്നാല്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ സഹിച്ചോളാം. ഇങ്ങോട്ടിറങ്ങി. അവളും പിള്ളേരും എന്തു പറയുന്നടാ? കൊച്ചവളെ കാണാൻ കൊതിയായി. ഇന്ന് അവൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ടാ വരുന്നത്. മൂത്തവളെ കൂടി കൊണ്ടുവരാൻ മേലായിരുന്നു, ഒന്ന് കാണാലോ. എന്തിനാ ഇവന്റെ ഈ പേക്കൂത്ത് ആ പിള്ളേരും കൂടെ കണ്ടുപിടിക്കാൻ? രാവിലെ മുതലും മുറിക്കും അത് കയറി കഥ കടച്ച് വെള്ളം ഒടിച്ചും ഇനി കഞ്ചാവും കൂടെ ഉണ്ടോന്ന് ആർക്കറിയാം. നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഈ അയലോക്കത്തുള്ളൊരു കാണുമെന്നെങ്കിലും ഒരു വിചാരം വേണ്ടേ? അയലക്കാർക്ക് ആർക്കും എത്ര സൂക്കേട്? ഞാനൊരു ജോലി ശരിയാക്കി തരാം. നിനക്ക് പോകാൻ പറ്റുമോ? നിങ്ങളുടെ ആരുടെ റെക്കമെൻഡേഷൻ എനിക്ക് ജോലിയൊന്നും വേണ്ട. നമ്മളെ വെറുതെ വിട്ടരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അവസ്ഥ. വന്നു വന്നിപ്പോൾ ഭക്ഷണം കഴിക്കാറില്ല. പൈസ ഒന്നും കിട്ടാതെ വരുമ്പോൾ തന്നെ നിർത്തിക്കോളും. ഞാൻ ഇറങ്ങുവാമേ. എന്തെങ്കിലും ഉണ്ട് വിളിച്ചാൽ മതി. അമ്മ നിന്നും അടുത്തോ? ഞാൻ അമ്മ വിളിച്ചു കഴിഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. ഇതെന്തു പറ്റി കൈക്ക്? സാരമില്ല, അത് ഗ്ലാസ് കഴിയപ്പോൾ പൊട്ടി അതിൻ്റെ ചില്ല് കൊണ്ടതാ. സാരമില്ല. ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് നന്ദുവിൻ്റെ കാര്യം പറയാൻ വേണ്ടി. അവനെ എവിടെയെങ്കിലും ഒരു ഡോക്ടറിനെ കാണിക്കണം. ഇപ്പോൾ ഭ്രാന്തന്മാരെ പോലെ അവൻ ചിലപ്പോൾ ഉപദ്രവിക്കാനും തുടങ്ങി. അപ്പോൾ അവൻ ഉപദ്രവിച്ചാണോ ഇത്? നീ അത് വിട്. ഇതിനൊരു പരിഹാരം പറ.
ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, അവനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം. ഞാൻ നാളെ തന്നെ 2 പേരെ കൂട്ടി വരട്ടെ. അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട, ഞാനത് ഏർപ്പാടായിക്കോളാം. അവനെ ഉപദ്രവിക്കരുത്, അല്ലാതെ കൊണ്ടുപോക്കോ. ഓക്കെ, അമ്മ ഇറങ്ങിക്കൂ, നാളെ ഞാൻ വരാം. ഓടിയ പിടിച്ചോണം. അമ്മ, അവൻ എന്ത് ചെയ്യേ? ഞാൻ കുറച്ചു മുമ്പ് തുണി കഴുകാൻ പോയപ്പോൾ അവ അവിടെ ഉണ്ടായിരുന്നു മക്കളെ. അമ്മ ഈ കാര്യം ഫോണിൽ കൂടെ പറയുന്നത് അവൻ കേട്ട് കാണും. നീ ആ ഫോൺ എടുത്ത് അവനെ ഒന്ന് വിളിച്ചു നോക്ക്. കിട്ടുന്നില്ല. പോലീസിൽ പരാതി കൊടുത്താലോ? വേണ്ട മോനെ, അവൻ വരും. എൻ്റെ മനസ്സ് പറയുന്നു, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടെ. അമ്മ ടെൻഷൻ അടിക്കണ്ട, വാടാ നമുക്ക് പോവാം. വാ. ഹലോ ഹലോ, ആ ഞാനേ ചെക്കിങ് കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങി. എവിടെയാ? എത്തിയോ? നീ ഇങ്ങോട്ട് വാ. ഞാനിവിടെ ഈ പാർക്കിംഗ് P2 കിടപ്പുണ്ട്. എസ്റ്റർ വണ്ടി. ഓക്കെ. യാത്രയൊക്കെ സുഖമായിരുന്നോടാ? യാത്ര ഒന്നും കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ നിന്റെ ജോലിയൊക്കെ? എങ്ങനെ, സുഖമാണോ? ആ, കുഴപ്പമൊന്നുമില്ല. നീ അന്ന് എങ്ങനെ ഇവിടുന്ന് പോയത്? അമ്മയ്ക്ക് ഭയങ്കര വിഷമായി പോയി. അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. കുട്ടൂസേ, അമ്മ എന്ത് ചെയ്യടാ? കുട്ടൂസേ, എന്നടാ അമ്മ എന്ത് ചെയ്യും? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ വിഷമിക്കരുത്. നമ്മുടെ അമ്മ പോയി. ഇന്നിപ്പോ 2 മാസമായി. പെയ്തു തീരാതെ നീ എന്നെ
തനിച്ചാക്കിയോർമയാ കാലം വരച്ചൊര വീതിയിൽ നിൻ രൂപം കാണാതെ എങ്ങോ മറഞ്ഞു പോയി കാണാതെ എങ്ങോ മറഞ്ഞു പോയി